അച്ഛൻ്റെ സാഹിത്യ സംഭാവനകളെപ്പറ്റി ഗൗരവമുള്ള ഒരു നിരൂപക പഠനം അല്ലെങ്കിൽ ഒരു വിമർശക പഠനം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപരിചിതമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അപരിചിതമായ ഭൂപ്രദേശങ്ങൾ ഒക്കെ അച്ഛനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. എന്നാൽ ഈ ഗ്രാമം വല്ലാത്തൊരു ഊർജ്ജം കൊടുത്തിട്ടുമുണ്ട്. സാധാരണ ഒരു എഴുത്തുകാരൻ അഭിരമിച്ചു പോകുന്ന ചില റൊമാൻറ്റിക് ചുറ്റുപാടുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓണാട്ടുകര ദേശം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഒരാളെ അത് മതി, ഒരാളുടെ ഒരു സാഹിത്യ സൗകര്യം മുഴുവൻ കൊണ്ടുപോകാൻ ഈ ഒരു ജീവിതം മതി. പക്ഷേ അതിൽ ഒതുങ്ങി നിന്നിരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളത്തിൽ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളല്ല എന്ന് അച്ഛൻ തോന്നിയിട്ടുണ്ട്. അത് സിനിമകളുടെ കാര്യത്തിലായാലും 29ാമത്തെ വയസ്സോടുകൂടി ഏതാണ്ട് സിനിമയിലേക്ക് പൂർണ്ണമായും ആണ്ടുപോയിരുന്നു അച്ഛൻ. ആ കിട്ടിയ ഇടവേളകളിലാണ് ബാക്കി സാഹിത്യം സൃഷ്ടി നടത്തിയിരുന്നത്. അതിനിടയ്ക്കാണ് പെരുവഴിയമ്പലം എഴുതുന്നതും ഈ കള്ളൻ പോയിത്തറിന് എഴുതുന്നത്. ഇതൊക്കെ നോവലുകളായിട്ടാണല്ലോ ആദ്യം വരുന്നത്. മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ പോലും അച്ഛൻ 6 പ്രൊജക്റ്റുകൾ കമ്മിറ്റഡ് ആയിരുന്നു. 6 പ്രൊജക്റ്റുകളിൻ്റെ അഡ്വാൻസ് കയ്യിൽ പറ്റിയിരുന്നു. സിനിമയിലുള്ള സംഭാവനകളെക്കാൾ അച്ഛൻ ചെറുകഥാലോകത്തും നോവലിലും കൊടുത്ത സംഭാവനകൾ ഈ മൊത്തം പീരീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ട്. ഏതാണ്ട് 63-62 കാലഘട്ടം തൊട്ട് ഒരു 75-76 വരെ ഉള്ളൊരു വളരെ ഫാസ്റ്റായിട്ട് എഴുതിപ്പോയ ഒരു കാലം അപ്പോഴേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുപാട് ഇടവേളകളിൽ എഴുതിപ്പോയതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വോളമിനസ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഏതാണ്ട് 10-15ഓളം നോവലുകളും 120-ലധികം കഥകളെന്ന് പറയുന്നത് വലിയൊരു എന്താ പറയേണ്ട ഒരു എമൗണ്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരുപാടുണ്ട്. അത് കൂടുതലാകുമായിരുന്നു, ഇതിൻ്റെ ഇരട്ടിയാകുമായിരുന്നു ഈ സിനിമയിലേക്ക് പോകില്ലായിരുന്നെങ്കിൽ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ രംഗത്ത് അച്ഛൻ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരെണ്ണം കൊണ്ട് തടയിടാൻ പറ്റുന്ന ഒരു പ്രതിഭയായിരുന്നില്ല. ഒരു പരാജയമോ അല്ലെങ്കിൽ ഒരു പിന്നോട്ടടിയോ കൊണ്ട് പെട്ടെന്ന് തടയിട്ട് നിർത്താൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. ഒരു രണ്ടാം ഊഴത്തിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു